ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സേസ് ഇറ്റ് മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CSET പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 4 ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. നമുക്ക് കുറച്ച് വീഡിയോസ് നമുക്ക് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാനുണ്ട്. നമ്മൾ ഗാലറി ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ എത്രയും വേഗം തന്നെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ 93 വരെ പറഞ്ഞു. അപ്പം 93 വരെ എന്തായാലും നമ്മൾ പരമാവധി നല്ല രീതിയിൽ തന്നെ പറയാൻ നോക്കിയിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ കുറവാണ്, അതൊക്കെ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വീഡിയോസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കണെന്ന് മീൻസ് നമ്മൾ എഡിറ്റ് ചെയ്യില്ല എന്ന് കാര്യമായ രീതിയിൽ തന്നെ പറഞ്ഞിരുന്നു. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത് വീഡിയോയിൽ. ഇപ്പോൾ എഡിറ്റിങ്ങിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എഫക്ട്സ് ഒക്കെ കൊടുത്ത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക കംഫർട്ടബിൾ ആണ്. അപ്പം ഞാൻ എഡിറ്റിങ് നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണ്. ഇനി നമ്മൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതല്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എന്നാലും നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യാനുള്ളത് കൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പറയണമെന്നുള്ളൂ ഈ വീഡിയോയിൽ കൂടിയും. അപ്പം എഫക്ട്സും നമ്മൾ കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ മ്യൂസിക് നമ്മൾ ചെയ്യുന്നില്ല. രണ്ടും നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് അല്ല, കാരണം ക്ലാരിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് തീരുമാനം എടുത്തുന്നുള്ളൂ. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് എന്തായാലും തുടങ്ങാം. അപ്പം നമുക്ക് ഇനി 94 മുതലാണ് പറയാനുള്ളത്. ഇത് വരുന്ന ടോപ്പിക്ക് മഹാജനപദാസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം. അതിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ 94 നോക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്, നമ്മൾ മറന്നുപോയതാണ് പറയാൻ. നമ്മൾ ടിക്ക് ചെയ്തേക്കുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടിക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ടിക്ക് ചെയ്തേക്കുന്നത് കറക്റ്റ് ആവണമെന്നില്ല. മനുഷ്യനാണ് തെറ്റുകൾ പറ്റാം. ടിക്ക് ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആൻസർ തെറ്റായി പോകും എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ പ്രിന്റഡ് ആൻസർ, ഒറിജിനൽ ആൻസർ നമ്മൾ ഈ പറയുന്നതിൻ്റെ നമ്മൾ ഈ 94 മാത്രമല്ല 1 മുതലായിരിക്കും നമ്മൾ വീഡിയോയിൽ പ്രിന്റഡ് ആൻസേഴ്സ് നമ്മൾ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ടുള്ള ആൻസർ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ചിലത് തിരുത്തി പോവാറുണ്ട് ഈ ടിക്ക് ചെയ്തതിൽ വ്യത്യാസം ഡിഫറൻസ് വരുമ്പോൾ. തെറ്റുകൾ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക നമ്മൾ പറയുന്നതിലൊക്കെ. എന്തായാലും നമുക്ക് ഫസ്റ്റ് വീഡിയോ തുടങ്ങണമെങ്കിൽ നമ്മൾ ഒറിജിനൽ ആൻസർ നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ലാസ്റ്റ് ഭാഗത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ ഒറിജിനൽ ആൻസേഴ്സ് പ്രിന്റഡ് ആൻസേഴ്സ് നമുക്ക് കാണിക്കാൻ സാധിച്ചില്ല, കാരണം മറന്നുപോയി അത്. ഈ വീഡിയോയിൽ നമ്മൾ 2 പ്രാവശ്യം കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഒറിജിനൽ ആൻസർ. എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ അത് നോക്കാം, പ്രിന്റഡ് ആൻസേഴ്സ്. അപ്പം നമ്മൾ പറയാൻ പോകുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒറിജിനൽ ആൻസേഴ്സ് ആണ്. ഇതിൽ ഒറിജിനൽ ആൻസേഴ്സ് നമ്മൾ 94 മുതലാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഇതിൽ 1 മുതൽ വരുന്നുണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് യൂസ്ഫുൾ ആക്കാം. എന്തായാലും 94 മുതൽ നമ്മൾ നോക്കിയാൽ മതി ഈ വീഡിയോയിൽ. ഏകദേശം 259 വരെയൊക്കെ കാണാൻ പറ്റും ആൻസർ. നമുക്ക് എന്തായാലും 94 ക്വസ്റ്റ്യൻ നോക്കാം. 94 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ മഹാജനപദാസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസത്തിൽ 94 ക്വസ്റ്റ്യൻ. 94 മാച്ച് ദ ഫോളോയിങ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. A Azenga, 1 Jaina teacher, B Bhadrabahu, 2 jurist, C Vijaneshwara, 3 ethnologist, D Aska, 4 Buddhist philosopher.
5 Nepal. A. Asenga, 1 Jaina teacher. B. Bardrabahu, 2 jurist. C. Vijaneshwara, 3 etymologist. D. Yaska, 4 Buddhist philosopher. 5 Nepal. A. Asenga, 1 Jaina teacher. B. Bhadrabahu, 2 jurist. C. Vijaneshwara, 3 etymologist. D. Yaska, 4 Buddhist philosopher. 5 Nepal. Codes A, B, C, D. A 4 1 2 3. B 4 5 1 3. C 2 1 3 4. D 3 4 1 1. Answer D 3 4 1 1. Answer D 3 4 1 1. A. Asenga, 3 etymologist. B. Bhadrabahu, 4 Buddhist philosopher. C. Vijaneshwara, 1 Jaina teacher. D. Yaska, 1 Jaina teacher. 95. Which one of the following is not a feature of Gandhara style of Buddha images? A. In seated position, they are almost always shown crosses-legged. B. The ears are shown elongated. C. They are never shown with a shaved head. D. They are always shown in Abhaya Mudra. Answer A. In seated position, they are almost always shown cross-legged. 96. 95 ഒരിക്കൽ കൂടി പറയാം. Which one of the following is not a feature of Gandhara style of Buddha images? A. In seated position, they are almost always shown cross-legged. B. The ears are shown elongated. C. They are never shown with a shaved head. D. They are always shown in Abhaya Mudra. Answer A. In seated position, they are almost always shown cross-legged. 96. Of all the events Buddhism mentioned in Buddhist sources, the only one that appears to be corroborated by the inscriptions of Ashoka is that of A. Holding the Third Buddhist Council. B. Sending Buddhist missionaries to different parts of the world. C. Purging the Buddhist Sangha. D. Compilation of the Abhidhamma Pitaka. D. Compilation of the Abhidhamma Pitaka. D. Compilation of the Abhidhamma Pitaka. Answer C. Purging the Buddhist Sangha. Answer C. Purging the Buddhist Sangha. 97. Which one of the following statements is correct? A. Essentials of Jain philosophy. B. Commentaries on Sanskrit poetics. C. Expanded sermons of Buddha. D. Exposition of logic in Pali languages. Answer C. Expanded sermons of Buddha. 98. Which of the following is the correct chronological order of Buddhist councils? A. Rajagriha, Vaishali, Padaliputra, Kashmir. A. Rajagriha, Vaishali, Padaliputra, Kashmir. B. Vaishali, Kashmir, Rajagriha, Padaliputra. C. Kashmir, Vaishali, Padaliputra, Rajagriha. D. Padaliputra, Vaishali, Kashmir, Rajagriha. സോറി, ഈ ഡിയിൽ തെറ്റുണ്ട് നമ്മൾ പറയുന്നതിൽ. പാടലിപുത്ര, വൈശാലി, കാശ്മീർ, രാഹഗൃഹ എന്നാണ് പറഞ്ഞേക്കുന്നത്, രാജഗൃഹ എന്നാണ്.
ശ്രദ്ധിക്കുക. അപ്പൊ ഡി പാടലിപുത്ര, വൈശാലി, കാശ്മീർ, രാജഗൃഹ. ആൻസർ ബി വൈശാലി, കാശ്മീർ, രാജഗൃഹ, പാടലിപുത്ര. Which of the following is the correct chronological order of Buddhist councils? A. Rajagriha, Vaishali, Padaliputra, Kashmir. B. Vaishali, Kashmir, Rajagriha, Padaliputra. C. Kashmir, Vaishali, Padaliputra, Rajagriha. D. Padaliputra, Vaishali, Kashmir, Rajagriha. Answer B. Vaishali, Kashmir, Rajagriha, Padaliputra. Answer B. Vaishali, Kashmir, Rajagriha, Padaliputra. 99. Consider the following pairs. A. Parsva, Nirgranda. 2. Gosala, Maskariputra, Ajiviga. 3. Ajida, Kesa, Cambalin, Buddhist. Which of the pairs given a boys are correctly matched? A. 1 only. B. 1 and 2 only. C. 2 and 3 only. D. 1, 2 and 3. Answer B. 1 and 2 only. Consider the following pairs. 1. Parsva, Nirgranda. 2. Gosala, Maskariputra, Ajiviga. 3. Ajida, Kesha, Campalin, Buddhist. Which of the following pairs given above is are correctly matched? A. 1 only. B. 1 and 2 only. C. 2 and 3 only. D. 1, 2 and 3. Answer B. 1 and 2 only. 1. Parsva, Nirgranda. 2. Gosala, Maskariputra, Ajiviga. Consider following pairs. 1. Parsva, Nirgranda. 2. Gosala, Maskariputra, Ajiviga. 2. Gosala, Maskariputra, Ajiviga. 3. Ajida, Kesha, Cambalin. Which of the pairs given above are correctly matched? A. 1 only. B. 1 and 2 only. C. 2 and 3 only. D. 1, 2 and 3. Answer B. 1 and 2 only. 1. Parsva, Nirgranda. 2. Gosala, Maskariputra, Ajiviga. And answer B. 1. Parsva, Nirgranda. Gosala, Maskariputra, Ajiviga. Answer B. 1 and 2 only. 1. Parsva, Nirgranda. 2. Gosala, Maskariputra, Ajiviga. 100. What is the Avasarpined or descending order of the following 6 periods of Jaina cosmic cycle? A. Dusma. B. Susema. C. Duksama, Susama. D. Susama, Dusama. E. Danushama, Duskesma. F. Susema, Susema. A. Dusma.
Answer C, B, F, D, E, A and C. Answer C, B, F, D, E, A and C. Answer C, B, F, D, E, A and C. What is the ascending or descending order of the following 6 periods of the Jaina cosmic cycle? A. Dusma, B. Susama, C. Dusama, Susama, D. Susama, Duyutsma, F. Susama, Susama. A. Dusma, B. Susama, C. Dusama, Susama, D. Susama, Dusama, E. Dashama, Duskasma. A. Dusma, B. Susama, C. Dusama, Susama, D. Susama, Dusama, E. Dusama, Duksama, F. Susama, Susama. Choose the answers from the codes given below. A. E. A. C, D, B and F. B. C, D, B, A. Answer C. B, F, D, E, A and C. C. Dusama, Susama. Sorry. B. Susama. F. Susama, Susama. D. B. Susama. F. Susama, Susama. B. Susama. F. Susama, Susama. D. Susama, Dusama. D. Susama, Dusama. E. Dusama, Duksama. E. Dusama, Duksama. A. Dusama and C. Duksama, Susama. What is the ascending or descending order of the following 6 periods of the Jaina cosmic cycle? A. Dusama, B. Susama, C. Duksama, Susama, D. Susama, Duksama, E. Dusama, Duksama, F. Susama, Susama. Choose the answer from the codes given below. A, E, A, C, D, B and F. B, C, D, B, A, E and D. C, B, F, D, E, A and C. D, F, F, B, D, C, A and E. Answer C. B, F, D, E, A and C. Answer C. B, F, D, E, A and C. B. Susama, F. Susama, Susama. D. Susama, Duksama. E. Duksama, Duksama. E. Duksama, Dus, Duksama. A. Duksama and C. Duksama, Susama. Directions. Question 101, 106. Given below are two statements. One labeled as assertion A and the other labeled as reason R. In the context of the above two statements, which one of the following is correct? A. Both A and R are individually true and R is the correct explanation of A. B. Both A and R are individually true
but R is not a correct explanation of A. C. A is true, but R is false. D. A is false, but R is true. 101. Assertion A. Gautamiputra Sadagarni was opposite to the system of our Varnas. Reason: Gautami uh, Gautamiputra Sadkarni extended patronage to Buddhist monks. Reason: Gautamiputra Satakarni extended patronage to Buddhist monks. Answer A. Both A and R are individually true, and R is the correct explanation of A. Answer A. Both A and R are individually true, and R is the correct explanation of A. 101. Assertion A. Gautamiputra Satkarni was opposed to the system of our Varnas. Reason are: Gautamiputra Satkarni extended patronage to Buddhist monks. Answer A. Both A and R are individually true, and R is the correct explanation of A. A. Both A and R are individually true, and R is the correct explanation of A. B. Both A and R are individually true, but R is not the correct explanation of A. C. A is true, but R is false. D. A is false, but R is true. 101. Assertion A. Gautamiputra Satkarni was opposite to the system of four Varnas. Reason: Gautamiputra Satkarni extended patronage to Buddhist monks. Answer A. Gautamiputra Satkarni was sorry. Answer A. Both A and R are individually true, and R is the correct explanation of A. A. Both A and R are individually true, and R is the correct explanation of A. B. Both A and R are individually true, but R is not a correct explanation of A. C. A is true, but R is false. D. A is false, but R is true. 101. Assertion A. Gautamiputra Satkarni was opposite to the system of four Varnas. Reason are: Gautamiputra Satkarni extended patronage to Buddhist monks. Answer A. Both A and R are individually true, and R is the correct explanation of A. 102. 102. Assertion A. Hinayana and Mahayana Buddhism were divided into four speculative schools: Vaibhashika, Sautrantika, Madhyamika, and Yogacara. Reason are: reference to these four schools are to be found in the Brahmanical work on philosophy. Assertion A. Hinayana and Mahayana Buddhism were divided into four speculative schools: Vaibhashika, Sautrantika, Madhyamika, and Yogacara. Answer D. A is false, but R is true. Answer D. A is false, but R is true. 103. Assertion A. The Buddhist nuns were under the supervision of the monks. Reason: there was a special code for the nuns called the Bhikkhuni Patimoga. There was a special code for the nuns called the Bhikkhuni Patimoga. സോറി, നമ്മുടെ ഫോൺ ഹാൻഡിൽ നിന്ന് എന്താ പറയുക തെന്നിപ്പോയി. ദയവേതൊന്ന് ക്ഷമിക്കാം. ഞാൻ പേടിച്ചും പോയി. ജസ്റ്റ് നമ്മളൊന്ന് കൈയൊന്ന് തെറ്റിയതാണ്. എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി പറയാം. 103.
103 assertion A. The Buddhist nuns were under the supervision of the monks. Reason there was a special code for the nuns called the Bukini Patimoga. Bukini Patimoga. Answer C. A is true, but R is false. Answer C. A is true, but R is false. 104 assertion. The Jainas follow the practice of worshipping images of Tirthankaras. Tirthankaras. Reason are they denied the existence of a supreme being. Answer C. A is true, but R is false. Answer C. A is true, but R is false. 105 assertion. A. The Indo-Greek king Menander expected Buddhism. Reason are the Buddhist philosopher Nagasena persuaded him to do so. Answer B. Answer B. Both A and R are individually true, but R is not a correct explanation of A. 106 assertion A. Buddha challenged the importance of birth as the principal determinant of one's social status. Reason are he proclaimed that one did not become a Brahmana by the mere fact of one's birth. Answer B. Answer B. Both A and R are individually true, but R is not a correct explanation of A. 106 assertion. Buddha challenged the importance of birth as the principal determinant of one's social status. Reason are he proclaimed that one did not become a Brahmana by the mere fact of one's birth. Answer B. Both A and R are individually true, but R is not a correct explanation of A. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ നമ്മൾ എ ഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ടിക്ക് ചെയ്തിട്ടില്ല നമ്മൾ. അപ്പോൾ 101ൻ്റെ നമ്മൾ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 102ൻ്റെ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് നോക്കാം മഗധ എംപയർ നോക്കാം. മഗധ എംപയർ 6th century to 4th century BC. മഗധ എംപയർ 6th century to 4th century BC. 107 about the 5th century BC. The Indian satrapy was paying an annual tribute to 320 talents of gold to A. Greece, B. Persia, C. Bacteria, D. China. Answer B. Persia. 108. The earliest Indian coins are not earlier than A. 7th century BC, B. 5th century BC, C. 3rd century BC, D. 2nd century AD. Answer B. 5th century BC. Answer B. 5th century BC. In 109, the planning of the capital in the Arthashastra clearly indicates that the industrial and commercial classes were 109. The planning of the capital in the Arthashastra clearly indicates that the industrial and commercial classes were A. Not given any consideration, B. Provided specific quarters in the township, C. Allocated space outside the township, D. Allocated space inside and outside the township. Answer B. Provided specific quarters in the township. Answer B. Provided specific quarters in the township. 110. Which one of the following currently describes the function of the ematia in the Ashtrapradhan system? Which one of the following currently describes the function of the ematia in the Ashtrapradhan system? A. The Prime Minister, B. The Finance Minister, C.
the minister who preserved a daily record of the king's acts and the proceedings of his court. D. The minister for ecclesiastical matters. D. The minister for ecclesiastical matters. Answer B. The finance minister. Answer B. The finance minister. 111. Which one of the following is a commentary on the Arthashastra? Which one of the following is a commentary on the Arthashastra? A. Abharjita Paraka of Bhuvanananda Deva. A. Abharjita Praga of Bhuvananda Deva. A. Abharjita Praga of Bhuvananda Deva. B. Samarangana Nasu Tradahara. Samaranganasu Tradahara of Bhojadeva. B. Samaranganasu Tradhara of Bhojadeva. C. Prabhananda Chindamani. Prabhananda Chindamani of Merutanga. C. Prabhananda Chindamani of Merutanga. D. Pradipada Panjiga of Bhattaswamin. D. Pradibada Panjiga of Bhattaswamin. D. Pradibada Panjiga of Bhattaswamin. Answer D. Pradibada Panjiga of Bhattaswamin. Answer D. Pradibada Panjiga of Bhattaswamin. അപ്പോൾ നമ്മൾ പറഞ്ഞതിലൊരു പ്രത്യേകതരം വേർഡ്സാണ്, ഇത്തിരി വെറൈറ്റി വേർഡ്സാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ടഫ് വേർഡ്സാണ്. അത് കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തായാലും കാര്യമായിട്ട് തന്നെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ദയവേത് ക്ഷമിക്കാം, പ്രത്യേകം പറയാണ്. നമുക്ക് 112 നോക്കാം. 112. What is the principal theme of the Ashta Sahasriga Prajana Paramida literature of ancient India? What is the principal theme of the Ashta Sahasriga Prajana Paramida literature of ancient India? A. Non-dual nature of the soul. B. Spiritual principles developed by Bodhisattvas. C. Principles of Jain penance. D. Exposition of the yoga postures. Answer B. Spiritual principles developed by Bodhisattvas. Answer B. Spiritual principles developed by Bodhisattvas. 113. Consider the following statement. We shall send you figs and the wine, but in Greece the laws forbid a sophist to be sold. Who said to whom? A. Seleucus Nicator to Chandragupta Maurya. B. Antiochus I to Bindusara. C. Antigonus Gonotus to Ashoka. C. Antigonus Gonotus to Ashoka. D. Alexander to Bindusara. Answer B. Antiochus I to Bindusara. Answer B. Antiochus I to Bindusara. 114. Consider the following statements regarding Kaudilya's Arthashastra. A. It places morality higher than political expediency. B. It argues the case for a fully centralized government for the empire. C. It deals with the problems of administration
as well as laws of property and crime. D. It includes a section on government of the state and diplomatic relations with other states. D. It includes a section on government of the state and diplomatic relations with other states. Of the statements, the correct one are A, B and C, B, B and C, C, A, B and D, D, C and D. Answer B, B and C. Answer B, B and C. B. It argues the case for a fully centralized government for the empire. C. It deals with the problems of administration as well as laws of property and crime. ഇനി അടുത്തത് നോക്കാം ഡയറക്ഷൻസ് ക്വസ്റ്റ്യൻ 111 116. Given below are two statements, one labeled as assertion A and other labeled as reason R. In the context of the above two statements, which one of the following is correct? A. Both A and R are individually true and R is the correct explanation of A. B. Both A and R are individually true, but R is not a correct explanation of A. C. A is true but R is false. D. A is false but R is true. 115. Assertion A. The Arthashastra of Kaudilya provided for the office of the Superintendent of Trade. Reason R. The state engaged in extensive trade. Answer C. A is true but R is false. 116. Assertion A. Megasthenes said that there was no slavery in India at the time of his visit. Reason R. Megasthenes could not distinguish slaves from their masters, who treated them kindly. Answer D. A is false but R is true. Answer D. A is false but R is true. ഇനി നമുക്ക് പറയുന്നത് ദ മൗര്യൻ എംപയർ ആണ്. ദ മൗര്യൻ എംപയർ 184 BC. The Mauryan Empire 184 BC. 117. Ashoka's contemporary Greek king of Syria mentioned in his edicts was A. Antiochus II Theos, B. Ptolemy II, C. Antigonus, D. Alexander. Answer A. Antiochus II Theos. Answer A. Antiochus II Theos. 117. Ashoka's contemporary Greek king of Syria mentioned in his edicts was A. Antiochus II Theos, B. Ptolemy II, C. Antigonus, D. Alexander. Answer A. Antiochus II Theos. 118. In the late 7th and early 8th centuries, the export of Indian opium to the Indonesian archipelago was dominated by the A. Gujarati and Marwari mercantile groups, B. Portuguese, C. Dutch East India Company, D. English East India Company. Answer C. Dutch East India Company. 119. In the Mauryan administration, the official designated as Ruba Darsaga. Ruba Darsaga was in the Mauryan administration. The official designated as Ruba Darsaga was A. Examiner of silver and other metals. B. Superintendent of courtesans. B. Superintendent of courtesans. C. Manager of stage. D. Examiner of coins. Answer D. Examiner of coins. 119. In the Mauryan administration, the official designated as Ruba Darsaga was A. Examiner of silver and other metals. B. Superintendent of courtesans. C. Manager of stage. D. Examiner of coins. Answer D. Examiner of coins. Answer D. Examiner of coins.
Answer D. Examiner of coins. 120. Megasthenes was succeeded as ambassador to the Mauryan court by a Higasander. A. Higasander. B. Diomachos. C. Aidenios. D. Nearchus. Answer B. Diomachos. Answer B. Diomachos. Answer B. Diomachos. 121. 121. The existence of the storehouses as feminine relief measure in the Mauryan period is known from A. Rock Edict 2 from Girnar. B. Pillar Edict 2. C. Minor Edict from Sasaram. D. Sogaura plate inscription. Answer D. Sogaura plate inscription. 121. The existence of the storehouses as feminine relief measure in the Mauryan period is known from A. Rock Edict 2 from Girnar. B. Pillar Edict 2. C. Minor Edict from Sasaram. D. Sogaura plate inscription. Answer D. Sogaura plate inscription. Answer D. Sogaura plate inscription. 122. Through Ashoka had many sons. The inscriptions mentioned only one who is not mentioned in any other source. He is A. Kunala. B. Tivara. C. Mahendra. D. Jaluga. A. Kunala. B. Tivara. C. Mahendra. D. Jaluga. Answer B. Tivara. Answer B. Tivara. 123. Which one of the following are mentioned in Ashokan inscriptions? A. Cholas, Cheras, Pandyas and Pallavas. B. Cholas, Satyaputras, Cheras and Pandyas. C. Pandyas, Satyaputras, Andhras and Cheras. D. Cholas, Pandyas, Bojas and Andhras. Answer B. Cholas, Satyaputras, Cheras and Pandyas. Answer B. Cholas, Satyaputras, Cheras and Pandyas. Answer B. Cholas, Satyaputras, Cheras and Pandyas. 124. Which one of the following inscriptions mentions of the names of both Chandragupta Maurya and Ashoka? Answer A. Shahbaz-Garhi Rock Edict. A. Shahbaz-Garhi Rock Edict. B. Maski Edict. C. Janagarhi inscription of Rudradaman. D. Junagarhi inscription of Skandagupta. Answer C. Janagarhi inscription of Rudradaman. 124. Which one of the following inscriptions mentions the names of both Chandragupta Maurya and Ashoka? A. Shahbaz-Garhi Rock Edict. A. Shahbaz-Garhi Rock Edict. B. Maski Edict. C. Janagarhi inscription of Rudradaman. D. Junagarhi inscription of Skandagupta. Answer C. Janagarhi inscription of Rudradaman. 125. Who among the following stated that there was no slavery in India? A. Strabo. B. Megasthenes. C. Fahian. D. Huansang. Answer B. Megasthenes. 126. Ashoka. 126. Ashoka propagated Buddhism in which of the following countries? A. Burma. B. Nepal. C. Sri Lanka. D. China. A, B and C. B, A, C and D. C, B, C and D. D, A, B and D. Answer A, B and C.
Answer A, B and C. A, Burma, B, Nepal, C, Sri Lanka. Answer A, B and C. A, Burma, B, Nepal, C, Sri Lanka. 127. According to Megasthenes, the city of Padaliputra was administered by a committee. How many members constituted the committee? A, 10, B, 15, C, 30, D, 40. Answer C, 30. 128. In one of his inscriptions, Ashoka mentions various contemporaries with whom he exchanged missions. In one of his inscriptions, Ashoka mentions various contemporaries with whom he exchanged missions, diplomatic and otherwise. Which of the following is not one of them? A. Antiochus II Dios, B. Gondophanes, C. Ptolemy III Philadelphus, D. Antiogonus Gonatas. Answer B. Gondophanes. Answer B. Gondophanes. In 128, in one of his inscriptions, Ashoka mentions various contemporaries with whom he exchanged missions, diplomatic and otherwise. Which of the following is not one of them? A. Antiochus II Dios, B. Gondophanes, B. Gondophanes, C. Ptolemy III Philadelphus, C. Ptolemy III Philadelphus, D. Antiogonus Gonatas. Answer B. Gondophanes. Answer B. Gondophanes. 129. In the Mauryan period, free laborers working for a regular wage in guilds were known as a Bridagas or Battagas. A Britagas or Battagas. B. Cupias. B. Cupias. C. Karamkaras. C. Karamkaras. D. Jidagas. D. Jidagas. Choose the answer from the codes given below. A and B, B and C, C and D, D, C only. Answer A and B. A. Britagas or Battagas. Answer A. Britagas or Battagas. B. Cupias. Answer B. Cupias. 129. In the Mauryan period, free laborers working for a regular wage in guilds were known as a Britigas or Battagas. B. Cupias. C. Karamkaras. D. Jedagas. Choose the answer from the codes given below. A and B, B and C, C and D, D, C only. Answer A and B. Answer A and B. A. Britigas or Battagas. B. Cupias. B. Cupias. Answer A. Britagas or Battagas. Answer B. Cupias. 130. Match list 1 with list 2 and select the answer from the codes given below. List 1, list 2. 1. Mahadevi. A. Ashoka's mother. 2. Sangamitra. B. Ashoka's wife. 3. Uh, Shubhadrangi. C. Ashoka's daughter. 4. Susima. D. Ashoka's brother. Codes A. 1A, 2C, 3B, 4D. B. 1D, 2C, 3A, 4B. C. 1B, 2C, 3A, 4D. D. 1B, 2C, 3D, 4A.
Answer C 1B 2C 3A 4D. Answer C 1B 2C 3A 4D. Answer C 1B 2C 3A 4D. 1 Mahadevi. B Ashoka's wife. 2 Sangamitra. C Ashoka's daughter. Answer C 1 B 2C 3A 4D. Answer C 1B 2C 3A 4D. 1 Mahadevi. B Ashoka's wife. 2 Sangamitra. C Ashoka's daughter. 3 Shubhadrangi. A Ashoka's mother. 4 Susima. D Ashoka's brother. 1 Mahadevi. B Ashoka's wife. 2 Sangamitra. C Ashoka's daughter. 3 is Shubhadrangi. A Ashoka's mother. 4 Susima. D Ashoka's brother. 131. The Ashokan inscription which gives an account of the Kalinga war and its effect is A. Girnar Roke Edict. B. Minor Roke Edict 3. C. Minor Roke Edict 4. D. Minor Roke Edict 13. Answer B. Minor Roke Edict 3. Answer B. Minor Roke Edict 3. 132. The historical source attributed to Megasthenes. A. Indica. B. Naturalis Historia. C. Geography. D. The Periplus of the Erythraean Sea. Answer C. Geography. 132. The historical source attributed to Megasthenes is A. Indica. B. Naturalis Historia. C. Geography. D. The Periplus of the Erythraean Sea. Answer C. Geography. 133. Which of the following is an example of Mauryan art? A. Image of Nara Narayana in the temple at Diyogang. A. Image of Nara Narayana in the temple at Diyogang. B. Terracotta figures found at Tur. C. The panel showing Mahakapi Jataka at Baharhat. C. The panel showing Mahakapi Jataka at Barhat. C. The panel showing Mahakapi Jataka at Baharhat. D. Bulk capital Ramapurva. Answer A. Image of Nara Narayana in the temple at Diyogar. 133. Which of the following is an example of Mauryan art? A. Image of Nara Narayana in the temple at Diyogar. B. Terracotta figures found at Tur. C. The panel showing Mahakapi Jataka at Baharhat. C. The panel showing Mahakapi Jataka at Baharhat. D. Bulk capital Ramapurva. Answer A. Image of Nara Narayana in the temple at Diyogar. Answer A. Image of Nara Narayana in the temple at Diyogar. 134. What is the descending order of the following military officials of the Mauryan period? A. Adhyaksha. B. Mukhya. C. Nayaka. D. Prasasta. 134. What is the descending order of the following military officials of the Mauryan period? A. Adhyaksha. B. Mukhya. C. Nayaka. D. Prasasta. Select the answer from the codes given below. A. DCB and A. B. ABC and D. C.
BDA and C. D. ACD and B. Answer D. ACD and B. A. Adhyaksha. C. Nayaka. D. Prasasta. And B. Mukhya. 134. What is the descending order of the following military officials of the Mauryan period? A. Adhyaksha. B. Mukhya. C. Nayaka. D. Prasasta. D. Prasasta. Select the answer from the codes given below. A, D, C, B and A. B, A, B, C and D. C, B, D, A and C. D, A, C, D and B. Answer D, A, C, D and B. A. Adhyaksha. C. Nayaka. D. Prasasta. B. Mukhya. 135. What is the other name of the Tocharians? Tocharians who came to India after the disintegration of Mauryan Empire. A. Indo-Greeks. B. Chagas. C. Parthians. D. Kushanas. Answer A. Indo-Greeks. Answer A. Indo-Greeks. 136. At Jadugada and Dauli in Orissa. At Jadugada and Dauli in Orissa, two separate edicts known as the Kalinga edicts replace 3 of the 14 major rock edicts. Which are the missing edicts? A. MRES 1, 2 and 3. B. MRES 4, 5 and 6. C. MRES 11, 12 and 13. D. MRES 8, 7, 8 and 9. Answer C. MRES 11, 12th and 13th. Answer C. MRES 11, 12th and 13th. 137. Consider the statements about the Hathi Gumfa inscription and choose the correct code that follow the statements. Consider the statements about the Hathi Gumfa inscription and choose the correct code that follow the statements. A. After Ashokan edicts, it is a second inscription. The first being the Nanagati inscription by Naganiga. B. It improves that Jainism entered Orissa and probably became the state religion within 100 years of the death of Mahavira. C. It helps us in fixing the 3rd century AD for Keravela. D. This is the earliest inscription to mention an era known as the Kala of Raja Maurya. D. This is the earliest inscription to mention an era known as the Kala of Raja Maurya. D. This is the earliest inscription to mention an area known as the Kala of Raja Maurya. Codes. A. All of them are correct except A. B. All of them are correct except B. C. All of them are correct except C. D. All of them are correct except D. Answer C. All of them are correct except C. Answer C. All of them are correct except C. Answer C. It helps us in fixing the 3rd century AD for Caravela. Answer C. It helps us in fixing the 3rd century AD for Caravela. Answer C. It helps us in fixing the 3rd century AD for Caravela. Answer C. It helps us in fixing the 3rd century AD for Caravela. 137. Consider statements about the Hathi Gumfa inscription and choose the correct code that follow the statements. A. After Ashokan edicts, it is the second inscription. The first being the
Nanagati inscription by Naganiga. B. It improves that Jainism entered Orissa and probably became the state religion within 100 years of the death of Mahavira. C. It helps us in fixing the 3rd century AD for Caravela. D. This is the earliest inscription to mention an era known as the Kala of Rajamuriya. Codes. A. All of them are correct except A. B. All of them are correct except B. C. All of them are correct except C. D. All of them are correct except D. Answer C. All of them are correct except C. ഒരു കാര്യം പ്രത്യേകം പറയണം, നമ്മുടെ മൈക്ക് ഓഫ് ആവാറായിട്ടുണ്ട്. എങ്ങാനും മൈക്ക് ഓഫായി പോകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ സൗണ്ട് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലോട്ട് വരാൻ സാധ്യതയുണ്ട് വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ദയവേത് ക്ഷമിക്കുക, അഡ്വാൻസ്ഡായിട്ട് പറയണ്. നമ്മൾ അത്യാവശ്യം ഇതൊരു ടോപ്പിക്ക് എന്തായാലും അവസാനിപ്പിക്കണം. എന്ന് വെച്ചാൽ ദ മൗര്യൻ എംപയർ 184 BC എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോസ്റ്റ് മൗര്യൻ പീരീഡ് ഉണ്ട്. അപ്പം എന്തായാലും ഇത് എൻഡ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പം അതുകൊണ്ട് പറഞ്ഞോളൂ. അപ്പം നമുക്ക് നോക്കാം ഡയറക്ഷൻസ്. ക്വസ്റ്റ്യൻ 138, 146. Given below are two statements, one labeled as assertion A and other labeled as reason R. In the context of the above two statements, which one of the following is correct? A. Both A and R are individually true and R is the correct explanation of A. B. Both A and R are individually true, but R is not a correct explanation of A. C. A is true, but R is false. D. A is false, but R is true. 138. Assertion A. Major OK Edict number 13 mentioning Ashoka's conquest of Kalinga does not appear at Dhauli. Reason R. Ashoka did not want the people of Kalinga to be reminded of his conquest. Answer B. Both A and R are individually true, but R is not a correct explanation of A. Answer B. Both A and R are individually true, but R is not a correct explanation of A. 139. Assertion A. Patanjali attested that during the Mauryan times, new cults and superstitions were introduced for the sake of money. Reason R. The treasury needed to be adequately filled to meet any unforeseen economic crisis in the kingdom. And answer A. Both A and R are individually true and R is the correct explanation of A. 140. Assertion A. Chandragupta instigated revolt against Greek satraps. Reason R. Chandragupta has visited the camp of Alexander. Answer C. A is true, but R is false. 141. Assertion A. The Mauryan kings did not make grants of villages on religious grounds. Reason R. Cultivators revolted against land grants. Answer C. A is true, but R is false. Answer C. A is true, but R is false. 140. Assertion A. The Chandragupta instigated revolt against Greek satraps. Reason R. Chandragupta had visited the camp of Alexander. Answer C. A is true, but R is false. Answer C. A is true, but R is false. 141. Assertion A. The Mauryan kings did not make grants of villages on religious grounds. Reason R. Cultivators revolted against land grants. Answer C. A is true, but R is false. 142. Assertion A. The Kushanas were of Central Asian origin. Reason R. They were a
Derivative of the Yuki tribe. Yuki tribe. Answer B. Answer B. Both A and R are individually true, but R is not a correct explanation of A. 143. Assertion A. Inscriptions of Ashoka have been found scattered throughout his empire, but no inscription of this emperor has been discovered from the northeastern part of the country. Reason are because this part of the country did not form a part of his empire. Answer A. Both A and R are individually true, and R is the correct explanation of A. Answer A. Both A and R are individually true, and R is the correct explanation of A. 144. Assertion A. Desiring to make his Dhamma instructions percolate down to the common people, Ashoka used beside Prakrit, Greek, and Aramaic in his edicts found in the northwestern parts of his empire. Assertion A. Desiring to make his Dhamma instructions percolate down to the common people, Ashoka used beside Prakrit, Greek, and Aramaic in his edicts found in the northwestern parts of his empire. Reason are Greek and Aramaic speaking people formed a part of his population in the northwest. Answer A. Answer A. Both A and R are individually true, and R is the correct explanation of A. Answer A. Both A and R are individually true, and R is the correct explanation of A. 145. Assertion A. Revaluation in the character of Ashoka came after the Kalinga War. Reason are after the war he became a lover of ahimsa and a devoted breaker of Buddhism. Answer A. Both A and R are individually true, and R is the correct explanation of A. Answer A. Both A and R are individually true, and R is the correct explanation of A. 146. Who among the following was the last king of Mauryan dynasty? A. Brihadrata. B. Devavarma. C. Sudanva. D. Dasaratha Kunala. Answer A. Brihadrata. Answer A. Brihadrata. Answer A. Brihadrata. 146. Who among the following was the last king of Mauryan dynasty? A. Brihadrata. B. Devavarma. C. Sudanva. D. Dasaratha Kunala. Answer A. Brihadrata. Answer A. Brihadrata. അപ്പോൾ 146 വരെയാണ് നമ്മൾ പറഞ്ഞത്. ദ മൗര്യൻ എംപയർ 184 BC അവസാനിക്കുകയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞതൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ ദയവേത് ക്ഷമിക്കുക. പിന്നെ ഇനി പോസ്റ്റ് മൗര്യൻ പീരീഡാണ്, നമുക്ക് അടുത്ത വീഡിയോയിൽ ക്ലാസ് എടുക്കാം. നമ്മുടെ ആ മൈക്ക് ഓഫായി പോവും എന്തായാലും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഇന്റർനാഷണൽ മൂവ്മെൻറ്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പോസ്റ്റ് മൗര്യൻ പീരീഡിലെ ക്വസ്റ്റ്യൻസും ആൻസറും ജസ്റ്റ് ഒന്ന് നമ്മൾ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകണം. അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്.
സോറി, നമ്മുടെ മൈക്ക് ഓഫായി പോയി. ഈ ടൈമിൽ തന്നെയാണ് ഓഫായത്. സൗണ്ട് ഇല്ലെങ്കിൽ ദയവേത് ക്ഷമിക്കുക. നമ്മൾ ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാനുള്ളത്. ഈ ടോപ്പിക്സ് അല്ല, ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വീഡിയോ എടുത്തപ്പോൾ തന്നെ നമ്മൾ ഒറിജിനൽ ആൻസേഴ്സ് ഫസ്റ്റ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ ഒറിജിനൽ ആൻസേഴ്സ് വീഡിയോയിൽ കാണിക്കുകയാണ്. 2 പ്രാവശ്യം നമ്മൾ ഒറിജിനൽ ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മൾ കാണിക്കുകയാണ് വീഡിയോയിൽ. നോക്കാം നമുക്ക്. ഇതാണ് നമ്മൾ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് 1 മുതൽ ഉള്ള ആൻസേഴ്സ് ഉണ്ട്. ഇതിൽ ഒരുപാട് വരുന്നുണ്ട് ആൻസേഴ്സ്. ടോട്ടലി നമുക്ക് ആൻസേഴ്സ് എന്തായാലും ചെക്ക് ചെയ്യാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്കിത് പരിഗണിക്കാം. ഈ ഒറിജിനൽ ആൻസേഴ്സ് നിങ്ങൾ ദയവേത് പ്രയോജനപ്പെടുത്താം. നമ്മൾ 146 വരെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എക്സ്ട്രയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പം 94 മുതൽ 146 വരെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇത്രയും പറഞ്ഞതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ദയവേത് ക്ഷമിക്കുക. നമ്മൾ സ്പോട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വന്ന ടൈമിൽ തന്നെ. ദയവേതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സിലബസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. പിന്നെ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യില്ല. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനുമില്ല. ഈ രീതി തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് മാത്രം നിങ്ങൾ പ്രാധാന്യം എടുത്ത് ചെക്ക് ചെയ്യണം. കാരണം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അതിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ എന്നുള്ള രീതിയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സോങ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചില മ്യൂസിക്കൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. നല്ല എന്താ പറയുക, സൂപ്പർ സോങ്സൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സോങ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുള്ളതാണ് ഈ വീഡിയോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അത് നിങ്ങൾക്ക് ഹെഡ്ഫോൺ വെച്ച് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുക. നല്ല വീഡിയോസാണ്. ഞാൻ പ്രത്യേകം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല വീഡിയോസ് ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യുക. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അത് വാച്ച് ചെയ്തില്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന് തന്നെ പറയാം. കാരണം നമ്മളിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നൊന്നും അത്ര പെർഫെക്റ്റ് വീഡിയോ ഒന്നും ഞാൻ പറയില്ല. കാരണം ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വീഡിയോസ് എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്യണം. വാച്ച് ചെയ്തേ പറ്റൂ. ഞാൻ ഗ്യാരണ്ടിയാണ്, അത്രയും പറയാനുള്ളൂ. അത്രയും നല്ല വീഡിയോസാണ്. ഒരു കാര്യം ഓർക്കുക, ഹെഡ്ഫോൺ യൂസ് ചെയ്തിരിക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഓരോ സോങ്സ് വെച്ചാണ് ചെയ്തേക്കുന്നത്, പക്ഷെ ഡിഫറെൻ്റ് എഫക്ട്സ് ആണ്. നമ്മൾ സ്റ്റാർ, സ്നോ, അതുപോലെ തന്നെ ഫയർ വർക്ക്, റിബൺ, അങ്ങനെ കുറേ എഫക്ട്സ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എഫക്ട്സ് വേറെയും വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അപ്പോൾ പ്ലീസ് വാച്ച് മൈ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ്, എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോസ്, അത്ര പറയാനുള്ളൂ. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുത്തേക്കണം. അപ്പോൾ CCTV വേണ്ടി നല്ല രീതിയിൽ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആത്മാർത്ഥമായിട്ട് തന്നെ. അപ്പം നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ.
എല്ലാവർക്കും ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.